ഏറ്റവും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. ഇതുവരെ വരുന്ന കണക്കുകൾ പ്രകാരം 70.35% കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം. കണ്ണൂരിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്. എല്ലാ മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ സമഗ്രമായി പരിശോധിക്കുകയാണ് 9 PM ആദ്യം എസ് ഷീജ ചേരുകയാണ്. ഷീജ സംസ്ഥാനത്തെ വിശദമായ ഒരു ചിത്രം പങ്കുവയ്ക്കും. ഷീജ, വലിയ പ്രതീക്ഷയായിരുന്നു വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഒരു കനത്ത റെക്കോർഡിലേക്കൊക്കെ പോകുമെന്ന് കരുതിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലാകുന്നു. വൈകുന്നേരം അത് ഉയരുന്നുമില്ല. വളരെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ വോട്ടിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകൾ? തീർച്ചയായും അസിത, ഏതായാലും രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുമ്പോൾ വലിയ ഒരു ആവേശം തന്നെയാണ് വോട്ടർമാർക്കിടയിൽ കാണുകയുണ്ടായത്. കാരണം അത്രത്തോളം വലിയൊരു പങ്കാളിത്തം രാവിലെ മുതൽ ഉച്ചവരെ ഓരോ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണുവാൻ സാധിച്ചു. നീണ്ട നിര, അതായത് അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക് ഉച്ചയ്ക്ക് 1 മണി വരെ വോട്ടർമാർ എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തീർത്തും മന്ദഗതിയിലേക്ക് പോളിംഗ് നീങ്ങുന്നൊരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 4 മണി പിന്നിടുമ്പോൾ അതിനുശേഷമെങ്കിലും വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ രീതിയിൽ ഉണ്ടായില്ല. അതിനൊപ്പം തന്നെ പലയിടങ്ങളിലും പോളിംഗ് വോട്ടർമാർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും, അതായത് മെഷീനിലെ സാങ്കേതിക തകരാറുകൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിരവധി ബൂത്തുകളിൽ പോളിംഗ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും കാട്ടാക്കടയിലും നെയ്യാറ്റിൻകരയിലുമൊക്കെ ചിലയിടങ്ങളിൽ ഇപ്പോഴും അവസാനത്തെ വോട്ടർ പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അല്പസമയം മുൻപ് വരെ അവിടെ 50ഓളം പേർ ക്യൂവിൽ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും പോളിംഗിന്റെ ഒരു അന്തിമ കണക്ക് എന്നുള്ളത്, ഔദ്യോഗികമായിട്ടുള്ള അന്തിമ കണക്ക് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അവസാനത്തെ കണക്ക് അത് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് സംസ്ഥാനത്തെ 70.35% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്. 75.74%. കാസർഗോഡ് 74.28%. വടകരയിൽ 73.36%. വയനാട് 72.85%. അതിനു പുറമെ 70% കടന്നിട്ടുള്ള മണ്ഡലങ്ങൾ ഇവയാണ്. ഒന്ന് കോഴിക്കോട് 73.34%, മലപ്പുറം 71.68%, പാലക്കാട് 72.68%, ഒപ്പം തന്നെ ആലത്തൂർ 72.66%, തൃശ്ശൂരിൽ 72.11%, ചാലക്കുടിയിൽ 71.68%, ആലപ്പുഴയിൽ 74.34%. ഇത്രയും മണ്ഡലങ്ങളാണ് 70% എന്നുള്ള പോളിംഗ് നില മറികടന്നിട്ടുള്ളത്. മറ്റ് മണ്ഡലങ്ങളിലെ സാഹചര്യം ഇപ്രകാരമാണ്. ഒന്ന് തിരുവനന്തപുരം 66.43%. പോളിംഗിൽ ഗണ്യമായ കുറവാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ മുന്നണികൾ അതിൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. ആറ്റിങ്ങൽ 69.40%. ആറ്റിങ്ങലിൽ വലിയ കുറവുണ്ട് എന്നുള്ളത് പറയുവാൻ സാധിക്കുകയില്ല. കൊല്ലത്ത് 67.92%, പത്തനംതിട്ടയിൽ 63.35%. പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാവേലിക്കരയിൽ 65.88%, കോട്ടയത്ത് 65.59%, ഇടുക്കിയിൽ 66.39% എന്നിങ്ങനെയാണ് നിലവിൽ സംസ്ഥാനത്തെ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഷീജ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ ആകമാനമുള്ള ഒരു ചിത്രമാണ്.